അസ്സലാമലൈക്കും. രാവിലെ ഞാൻ സുബഹിക്ക് എണീറ്റ് പിന്നെ മുസാഹബൊക്കെ ഓതി അത് കഴിഞ്ഞ് എന്ത് കാട്ടി മാവ് കുഴച്ച് വെച്ചു. ഉസ്താദിന് ചിലവായിരുന്നു, 3 ആൾക്കാണ് ചിലവ്. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് എന്ത് കാട്ടി മുറ്റടിക്കാൻ പോയി. ഉമ്മർത്ത മുറ്റടിക്കാൻ പോയപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് തന്നെ പോന്ന് ഉമ്മർത്ത വാതിൽ തുറന്ന് എന്നിട്ട് എന്ത് കാട്ടി ചൂലൊക്കെ എടുത്ത് തോല് കൊടുന്നിട്ട് മുറ്റം അടിച്ചു വരാൻ. കുറേ മുറ്റമുണ്ട്, എനിക്ക് 4 പുറം മുറ്റാണ്. അങ്ങനെ ഉമ്മർത്ത മുറ്റം നോക്കുമ്പോഴാണ് ഗേറ്റൊക്കെ തുറന്നിട്ട് ഞങ്ങളെ റോഡ് സൈഡാണ് വീട്. അപ്പം ഇങ്ങനെ ഉമ്മർത്ത ചെടികളുണ്ട്, അപ്പം നിറയെ ചപ്പുണ്ട്. അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബാക്കിലേക്ക് വന്നു. ബാക്കിലും ഉണ്ട് അതുപോലെ മുറ്റം. അപ്പോൾ ഈ കരുവേപ്പിലമാരുണ്ട്, വലിയ കരുവേപ്പില, അതിൻ്റെ ഇല എപ്പോഴും വീഴും മുറ്റത്തേക്ക്. ദിവസം അടിച്ചു വരണം. കണ്ട ഈ ഭാഗങ്ങളൊക്കെ എത്ര അടിച്ചപ്പോൾ അത് അടിച്ച് ഒരു വൃത്തിയാക്കി. അതൊക്കെ കിണർ കാരണം അങ്ങനെ പോയ കിണറാണ്. അപ്പോൾ ആ കിണർ വരെ അടിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴിഞ്ഞ് കൈ കഴുകി അകത്തേക്ക് വന്ന് പിന്നെ ചായ വെച്ചു, അങ്ങനെയൊക്കെയുള്ള ചായ. അങ്ങനെ ഞാൻ ചായ കുടിച്ച്, പാൽ ചായ ഒക്കെ കുടിച്ച്. എന്നിട്ട് പിന്നെ അപ്പത്തിന് മാവ് കുഴഞ്ഞയക്കണം. അപ്പോൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടായിരുന്നു. ഗ്രീൻ പീസ് മസാലക്കറി വെക്കാമെന്നാണ് വിചാരിച്ച ഉസ്താദ്മാർക്ക് ചിലവിന്. അങ്ങനെ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും ഉള്ളി മസാലയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച്. അപ്പോഴേക്കും നമ്മളെ കുഴച്ച ചപ്പാത്തി നല്ല മയം വന്നിട്ടുണ്ട്. അങ്ങനെ അത് പരത്തി. പിന്നെ കുറേ ചപ്പാത്തി ചുരുണ്ട്. അപ്പോൾ എന്താ അടുപ്പ് തന്നെ കത്തിക്കാൻ വിചാരിച്ചു. അങ്ങനെ അടുപ്പിൽ ഡീസലാണ്, മണ്ണെണ്ണ കിട്ടാല്ല. അപ്പോൾ ഡീസലും കൊണ്ടാണ് കത്തിക്കൽ. അങ്ങനെ ഡീസലും കൊണ്ട് അടുപ്പ് കത്തിച്ച്. അപ്പോൾ ഈ ഫ്രൈ പാന് ഇതിൻ്റെ കാത് പോയൊരു ഫ്രൈ പാനിലാണ്. പക്ഷെ അത് ഫ്രൈ പാൻ നല്ലത് തന്നെയാണ്, ചുടുകയൊക്കെ ചെയ്യുക. അങ്ങനെ അതിന് കയ്യിൽ പിടിയില്ല. അങ്ങനെ ആ പിടിയുള്ള കയ്യില്ലാത്തതാണ് അടുപ്പത്ത് വെക്കുക. അങ്ങനെയൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് ചപ്പാത്തിയൊക്കെ ചുട്ട് അപ്പത്തിന് ഗ്രീൻ പീസ് വെന്തു. അങ്ങനെ ഗ്രീൻ പീസ് വെന്ന് നാളികേരമൊക്കെ അരച്ച് പറഞ്ഞു ഗ്രീൻ പീസ്. അപ്പത്തിന് മുക്കറി വന്നു. മുക്കറി പാത്രം കൊണ്ട് വന്ന് 4 ആൾക്ക് പാത്രമാക്കണം. അങ്ങനെ ഗ്രീൻ പീസാക്കി. പിന്നെ ഉസ്താദുമാർക്ക് ചായ വച്ചു. ചായ എന്ത് കാട്ടി ഉസ്താദിൻ്റെ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ 8 മണിയായപ്പോഴത്തേന് 8:30 ആയപ്പോഴത്തേന് മുക്കറി ചോറ്റും പാത്രം കൊണ്ട് വന്ന്. അങ്ങനെ 3 ആൾക്കും എന്താ പറയുക ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും ചായയും ആക്കി കൊടുത്ത് അവരങ്ങനെ പോയി. ഇനിയുണ്ട് പണികളൊക്കെ. പക്ഷേ രാവിലത്തെ മാത്രമേ കാണിക്കുള്ളൂ, ബാക്കി ഇനി നാളെ കാണിക്കാട്ടോ. എല്ലാം കൂടി കാണിക്കുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ദേഷ്യം വരും. ഇതാണ് ഇന്നത്തെ കലാപരിപാടികൾ.